ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ തന്നെ പുറത്ത് പോയ സമയത്ത് നല്ല ചീര കണ്ടു. അപ്പോൾ ചീരത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ഞാൻ ഇന്ന് വാങ്ങി. ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്, കാരണം നല്ലോണം കഴുകി വൃത്തിയാക്കണം. പിന്നെ ഇത് മുറിക്കാനൊക്കെ കുറച്ച് പാടാണ്. എന്നാലും വേണ്ടില്ല, നമ്മുടെ നമുക്ക് നല്ല ആരോഗ്യത്തിനും നല്ലതാണിത്. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വാങ്ങിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് കഴുകുന്നുണ്ട് കേട്ടോ. നല്ലോണം കഴുകണം. നല്ല മണ്ണായിരുന്നു ചീരയിൽ. അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ സാധാരണ ഇങ്ങനെയൊക്കെ ചീരയൊക്കെ വാങ്ങിയാൽ കഴുകാൻ ഉപയോഗിക്കുന്നൊരു ബക്കറ്റുണ്ട്. ആ ബക്കറ്റിലിട്ട് തന്നെ കഴുകും, കാരണം അത്രയും വൃത്തി കഴുകണം. ഇല്ലെങ്കിൽ ചിലപ്പം അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വൃത്തിക്ക് നമ്മുടെ ബക്കറ്റിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി. ഇനി നമുക്കത് മുറിക്കാം. കുഞ്ഞായിട്ട് മുറിക്കണം കേട്ടോ. എന്നാലേ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റിലത് കിട്ടത്തുള്ളൂ. കാരണം വേകാനായാലും നല്ല നേരിയ രീതിക്ക് അത് മുറിച്ചെടുക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് മുറിക്കുക. നമ്മുടെ മീൻ മുറിക്കണ കത്തിയില്ലേ, അതിൽ തന്നെ ഞാൻ മുറിക്കും. എനിക്ക് സാധാരണ മറ്റേ കത്തി വെച്ച് ഉപയോഗിക്കാനൊക്കെ പാടാണ്, കിട്ടത്തില്ല. എല്ലാം ഇതിൽ ചിന്നിത്തിരി പോവും. അപ്പം നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. ഞാൻ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം. ഞാനെന്നാലും ഇച്ചിരി എടുത്തുള്ളൂ. വെളുത്തുള്ളി, ഒരു ഉള്ളി, പിന്നെ 2 പച്ചമുളക്. ഞാനിതിൻ്റെ പാത്രം അടുപ്പത്തോട്ട് വെച്ചു. ഇനി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. പാത്രം ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കാര്യം വെച്ചാൽ, വെറൈറ്റി ആയിട്ട് ഞാനിതിൽ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കടുക് പൊട്ടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ചൊരു അരി എടുത്തിട്ട്, ആവശ്യത്തിനുള്ള അരി കുറച്ച് മതി, അരി എടുത്ത് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. കാരണം അരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഈ അരി വെന്ത് നമ്മുടെ സാധാരണ നമ്മൾ പൊരി മേടിക്കാറില്ലേ, പൊരീൻ്റെ ഒരു രീതിക്കാണ് നമ്മൾ അരി വേകുമ്പോൾ ഉണ്ടാവുക. അപ്പം ഞാൻ ഇത്രയും അരിയാണ് ഇതിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മുടെ അരിയൊക്കെ ഈ എണ്ണയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. ചില സമയങ്ങളിൽ ഞങ്ങൾ അരി പൊടിച്ചിട്ടിടാറുണ്ട്. അരി വറുത്തെടുത്ത് പൊടിക്കും, എന്നിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ടിടും. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും എനിക്കിഷ്ടം ഇങ്ങനെയാണ്, അരി ഇട്ട് കൊടുക്കുന്നതാണ്. കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു അരി വെന്തിട്ട് എണ്ണയിൽ വെന്ത ഒരു ടേസ്റ്റ് ഇല്ലേ, ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ അരി ഇപ്പം അത്യാവശ്യം വെന്തു. പിന്നെ കടുകൊക്കെ പൊട്ടിയതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ച അതിനു മുമ്പേ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാദ്യം ഞാൻ വെളുത്തുള്ളി ഇട്ട് കുറച്ച് നിലക്കുമ്പോഴത്തേക്കും ഞാൻ മറ്റേതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തുണ്ട്, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം. നിങ്ങളുടെ നാട്ടിലിപ്പോൾ കിട്ടാറുണ്ടോ ചീരനൊക്കെ നിങ്ങൾക്കൊക്കെ? ഞങ്ങൾക്ക് ചീര ഇപ്പം എനിക്ക് തോന്നുന്നു ചീരയ്ക്ക് ഇപ്പോൾ ഒരു സീസൺ ഇല്ല, എല്ലാ സമയത്തും ചീര കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം കുറച്ചൊന്ന് മൂക്കുന്ന വരെ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ച ചീര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീര ഇത്രയും കുഞ്ഞായിട്ട് തന്നെ മുറിക്കണം കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ചീര ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ നമുക്ക് വേണ്ട കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ അത്രയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇലക്കറികൾ പൊതുവേ നമുക്ക് നല്ലതാണ്. നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും പിന്നെ നമ്മുടെ സ്കിൻ കെയറിനും എല്ലാം നമുക്ക് ഇലക്കറികൾ കഴിക്കണം നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എവിടെ കണ്ടാലും എൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമുക്ക് നല്ലതായതുകൊണ്ട് എനിക്ക് ഈ ചുവന്ന ചിരിനെക്കാട്ടും കൂടുതൽ എനിക്കിഷ്ടം പച്ച ചിരിയാണ്. പക്ഷേ അവിടെ പച്ച ഇല്ലായിരുന്നു, ഇത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചു. എനിക്ക് പച്ചയും ചുവപ്പും ഉണ്ടെങ്കിൽ ഞാൻ പച്ചയും മേടിക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച ചീര. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും സ്വാദ് അതിനാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്ന് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തു, കാരണം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തല്ലേ. ഇനി നമുക്കിതൊന്ന് അടിച്ച് വയ്ക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിലേക്ക് നല്ല വെന്തിരിക്കുന്നു. അപ്പം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയും നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മുടെ ചീരത്തോരൻ ആയി കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല മണം വരുന്നുണ്ട് ചീരത്തോരൻ്റെ. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഇതുപോലെ നിങ്ങൾ അരി യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇതുവരെ തോരനിൽ അരിയോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടെങ്കിൽ ഇനി യൂസ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ചീരത്തോരനായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഓക്കെ, ബൈ ബൈ.